എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഇടിഞ്ഞു പോയി. ഞാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു റേഞ്ച് നിൽക്കുമ്പോൾ തൊട്ടേ ഞാൻ പറയുന്നുണ്ട്, 26, 200 റേഞ്ച്, ഏകദേശം ആ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല ഹെവി ഒരു സെല്ലിങ് വന്നു. ഒരു 2270 എന്ന് ഇന്നത്തെ ക്ലോസിങ് 25,810, ഏകദേശം 470 പോയിന്റ് നിഫ്റ്റി താഴെ പോയിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോളായിരുന്നു ഇത്. ബാങ്ക് നിഫ്റ്റിക്കകത്ത് നല്ല രീതിയിൽ സെല്ലിങ് വന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഹൈ 54,400 എന്ന് 52,920 റേഞ്ചിലോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 1,500 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയും താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 2-3 വീഡിയോയിൽ അടുപ്പിച്ച് ഞാൻ പറഞ്ഞു 26,200 റേഞ്ച്, ആ റേഞ്ച് 26, പക്ഷേ 26,277 വരെ പോയി. അതിനുശേഷമാണ് നല്ലൊരു വീഴ്ച വീണത്. ഓക്കെ, അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. പക്ഷെങ്കിൽ അതിന് ഞാൻ ഓപ്ഷനൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ വന്നിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഇന്ന് നല്ല രീതിയിൽ 900 പോയിന്റ് അടുത്ത് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ ഇതാണ്, ഈ ഷെയറുകളാണ്. ഏകദേശം ഒരു 10-12 ഷെയർ എടുത്തിട്ടുണ്ട്. 12 അല്ല, ഒരു 15ഓളം ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നല്ല ചാൻസ് പാളിടെക്, ആൽഫ, സീക്വന്റ്, പിന്നെ റെഫെക്സ്, JM ഫൈനാൻഷ്യലിനകത്തൊക്കെ നമുക്ക് നല്ല ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ഷെയറിനെ നമുക്ക് നോക്കാം. പാർലർ ടെക്നോളജി, ഓപ്പണിങ് ഇവിടെ ഓപ്പണിംഗ് ആയി, അതിനുശേഷം കുറച്ച് പോയി ഹൈ അടിച്ചു, അതിനുശേഷം തിരിച്ചിറങ്ങി. നമ്മൾ അതിനിപ്പോൾ ഈ റേഞ്ച് വരുമ്പോൾ എൻട്രി എടുത്താൽ 136-50 റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 121, ആ ഒറ്റ ക്യാൻഡിൽ തന്നെ അത് 121 വരെ പോയി. അതിനുശേഷം പെട്ടെന്ന് തിരിച്ച് കയറി, പിന്നെ ഒരു ഏകദേശം ആവറേജ് 127 റേഞ്ചിലൂടെ ഉണ്ടായിരുന്നു. ഈ ഒറ്റ ക്യാൻഡിൽ തന്നെ നമുക്ക് 136 എടുത്താൽ 15 രൂപ ഒറ്റയടിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് 15 കിട്ടിയില്ലെങ്കിലും ഒരു 5-6 രൂപയൊക്കെ ഈസി ആയിട്ട് അതിനകത്തുനിന്ന് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അടുത്ത ഷെയർ അൽഫ എന്ന് പറയുന്ന ഷെയർ. ഈ ഷെയറിനകത്ത് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ചെറിയ ചാൻസ് ഇവിടെ മുകളിൽ പോയതിനു ശേഷം തിരിച്ചിറങ്ങുമ്പോൾ 139 എടുത്താൽ നമുക്ക് 2 രൂപ. പിന്നെ ഹൈ അടിക്കുന്നില്ല, പക്ഷെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റിൽ പൊക്കൊണ്ടേയിരിക്കുക. ഇതിനകത്ത് നമ്മൾ എൻട്രി എടുത്താൽ ബെനിഫിറ്റ് എടുത്തില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസും അടിക്കത്തില്ല, മൂവ്മെന്റും ഇല്ല, താഴോട്ട് മൂവ്മെന്റ് ഇല്ല. എടുത്ത് വൈകുന്നേരം വരെ വെച്ചോണ്ടിരുന്നത് ചിലപ്പോൾ റേറ്റ് കട്ട് ചെയ്യേണ്ടി വന്നേനെ. പിന്നെ തന്നെ നമുക്ക് റെഫെക്സ് എന്ന് പറയുന്ന ഷെയർ. റെഫെക്സ് ഓപ്പണിങ്ങിൽ ഇവിടെ നോക്കിയാൽ അറിയാം, ഓപ്പണിങ് ഇവിടെ ഓപ്പണായി നേരെ R1 അടിച്ചു ഇറങ്ങി. ഇവിടെ ഒരു അടി 595 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 580, 515 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ തിരിച്ച് വീണ്ടും കയറി R1 മുകളിൽ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി, ഹൈ അടിക്കുന്നില്ല, വീണ്ടും ഇറങ്ങി. നമ്മളിവിടെ വീണ്ടും എൻട്രി എടുത്താൽ 595 എടുത്താൽ നോക്കിയേ 555, ഏകദേശം 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ വൺ സൈഡ് മൂവ്മെന്റ് ആണ് താഴോട്ട് വരുന്നത്. നമ്മൾ ആ ലെവൽ കട്ട് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി. സൂപ്പർ പ്രോഫിറ്റ് അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് മെഡിക്യാം എന്ന് പറയുന്ന ഷെയർ, അത് കുറെ കഴിഞ്ഞതിന് ശേഷമാണ്, പക്ഷെ ചാൻസ് തന്നപ്പോൾ നല്ലൊരു ചാൻസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ഇത് ഓപ്പണിങ്ങിലാണ്, ഇതല്ല വേറെ ഷെയർ. ഓപ്പണിങ്ങിൽ ഹൈ ഓപ്പണിങ്, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി, ഡേ ഹൈ കട്ട് ചെയ്ത്, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്ത് താഴെ ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുത്ത 584 ഒരു എൻട്രി എടുത്ത അരമണിക്കൂർ എടുത്തില്ല. അതിനു മുമ്പ് 63, 584, 20 രൂപയ്ക്ക് മുകളിൽ നമുക്ക് പ്രോഫിറ്റ് ആ ഷെയർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹ്യൂബക് ഇൻഡസ്ട്രീസ് എന്നാണ് തോന്നുന്നു.
ക്യൂബെക് ഇൻഡസ്ട്രീസിനകത്തും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി മുകളിൽ പോയി, R1 പോയില്ല, തിരിച്ചിവിടെ ഹൈ കട്ട് ചെയ്ത് താഴ്ത്തിറങ്ങി. അപ്പോൾ നമ്മളിവിടെ എൻട്രി ഇടുക, 574 എൻട്രി എടുത്താൽ 562. അപ്പോൾ 12 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുക. അത് 12 രൂപ 10 രൂപ റേഞ്ചിൽ തന്നെ താഴെ തന്നെ നിൽക്കുമായിരുന്നു കുറേ നേരം. വേറെ ഏതോ ഷെയറുകളൊക്കെ നല്ല ചാൻസുകൾ തന്നിട്ടുണ്ട്. അപ്പം നോർമൽ 6-7 ഷെയർ നമ്മൾ എടുക്കുന്ന ഷെയർസിനകത്ത് നമുക്ക് നല്ല ചാൻസ് കിട്ടും. നോക്കിയിരുന്ന് കറക്റ്റ് റേഞ്ച് വരുമ്പോൾ മാത്രം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് നാളത്തേനെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. നാളത്തേന് നമ്മൾ എടുത്തേക്കുന്ന ഷെയർ 15 ഷെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. 15 ഷെയർ നമുക്ക് നല്ല ചാൻസ്, എന്തായാലും ഒരു 3-4 ഷെയറിലെങ്കിലും നമുക്ക് നല്ല ചാൻസ് കിട്ടും. അപ്പം ഇതിനകത്ത് നാളെ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, ചെറിയ ഷെയർ ആണെങ്കിൽ പോലും ഈ JM ഫൈനാൻഷ്യൽ ഈ ഹൈയും R1 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണ് JM ഫൈനാൻഷ്യൽ. ആ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ അൽഫ ലാബ് എന്ന് പറയുന്ന ഷെയർ ഹൈയും R1 തമ്മിൽ ഏകദേശം സെയിം ആണ്. അപ്പോൾ ഈ 2 റേഞ്ചോ അല്ലെങ്കിൽ ഇതിനകത്ത് R2 പോയിട്ട് ഇറങ്ങിയാൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ സരിഗമ ഒന്നുകിൽ 650 പോയിട്ട് ഈ 642 കട്ട് ചെയ്ത് താഴോട്ട് പോയാൽ നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങാം. നല്ല രീതി എന്ന് പറയുമ്പോൾ ഒരു 10-20 രൂപയൊക്കെ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടും. അതല്ല R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും കിട്ടുന്നത്. ട്രൈജീൻ വന്നിട്ട് ഈ R2 റേഞ്ച് ഓപ്പണിങ് ഒരു ഹെവി മൂവ്മെന്റ് വന്ന് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ LFIC എന്ന് പറയുന്ന ഷെയർ നോക്കിയേ ചെയ്യാവോ. ഓപ്പണിങ് പെട്ടെന്ന് വോളിയം കാണത്തില്ല, പക്ഷേ ഹെവി മൂവ്മെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് കഴിവതും നോക്കി വോളിയമൊക്കെ നോക്കി മാത്രമേ അതിനകത്ത് ട്രേഡ് എടുക്കാം. അടുത്ത മാനലൂന് എന്ന് പറയുന്ന ഷെയർ ഈ 2 റേഞ്ച്, ഏത് റേഞ്ചിൽ പോയിട്ട് ഫസ്റ്റ് 3 ആ റേഞ്ചിൽ നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല വോളിയുള്ള ഷെയറാണ്. റെലി കെയർ ശ്രദ്ധിക്കുക. R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ഷെയറിനകത്ത്. റിലയൻസ് ഇൻഫ്രയും അതുപോലെ ഒരു 350 പോയിട്ട് 346 അല്ലെ 351 തോന്നുന്നു ഇതിൻ്റെ 52 വീക്ക് ഹൈ, അതടിച്ചിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ അവിടെ വെച്ചെടുക്കാം. അതല്ല എങ്കിൽ R1 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. വേൾപൂൾ ഇന്ത്യ ഈ ഹൈയും R1ഉം ഈ 2 റേഞ്ചിൽ അടിച്ചിട്ട് ഈ 2 റേഞ്ചിൻ്റെ താഴെ പോയാൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. അസഹിക്കാത്ത R1 റേഞ്ചിൽ നിന്ന് വന്നിട്ട് ഇറങ്ങുന്നതാണ്ട് നമുക്കൊരു ചാൻസ് എടുക്കാം. 800 താഴോട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യുകയും ചെയ്യാം, കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. വിജയ എന്ന് പറയുന്ന ഷെയർ R1 മുകളിൽ 1000 മുകളിൽ പോയിട്ട് ഈ R1 താഴോട്ട് ഇറങ്ങുമ്പോൾ എൻട്രി എടുക്കാം. പക്ഷേ 1000 താഴെ പോയി നിന്ന അതും കുറച്ചിറങ്ങാൻ ചാൻസ് കൂടുതലാണ്. GHCL 698 R1. അപ്പോൾ R1 R2 റേഞ്ചിൽ നിന്നോ എവിടെന്നെങ്കിലും നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കി ചെയ്യുക. മാർക്കറ്റ് കുറച്ച് വീക്ക് ആയിരിക്കും. ഓപ്പണിങ് ചിലപ്പോൾ ഫ്ലാറ്റായിട്ടൊക്കെ ഓപ്പൺ ആയാൽ ചെറിയ മൂവ്മെൻറ്റ് നടത്തുന്ന ഷെയറിനകത്തൊക്കെ ചിലപ്പോൾ പെട്ടെന്നൊരു അപ് ട്രെൻഡ് കാണാൻ പറ്റും ചില സമയത്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്തായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി കിട്ടുവാണെങ്കിൽ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യുക. ചാൻസ് കിട്ടുന്ന ഏരിയയായി മാത്രം, അല്ലാതെ ഒത്തിരി താഴെ പോയി ട്രേഡ് എടുക്കരുത്. ലെവലുകൾ കട്ട് ചെയ്യുമ്പോൾ മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റ് ഹോൾഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.